നമ്മളിപ്പോൾ ഉള്ളത് തങ്കശ്ശേരിയിലാണ്. പോർട്ട് കൊല്ലം എന്ന് പറയുന്ന കടപ്പുറത്താണ്. വലിയൊരു പുലിമുട്ട് നിങ്ങൾക്ക് കാണാം. ഈ പുലിമുട്ട് വന്നതിന് ശേഷം ഒരു ആശ്വാസമായോ? കുറച്ച് ആശ്വാസമുണ്ട്. ഈ പുലിമുട്ട് ഏത് സർക്കാരിന്റെ കാലത്താണ് വന്നേ? ഇത് നമ്മളെ കർണാടക സർക്കാരിന്റെ കാലത്താണ് വന്നത്. അതിനുശേഷം കുറച്ച് ആശ്വാസമായി അല്ലേ? അപ്പൊ ഈ ഇടയ്ക്ക് ആ സൈഡിലൊക്കെ ഭയങ്കര തിരമാലയാണ്. അവിടെ ആ സൈഡിൽ തിരമാല വീടെല്ലാം പോയിരിക്കുക സാറേ. അപ്പൊ നിങ്ങൾ എത്ര ദൂരം പോകും ഇവിടുന്ന്? ഞങ്ങള് അങ്ങ് പോകും, 3 കിലോമീറ്റർ ദൂരം പോകും. 3 കിലോമീറ്റർ ദൂരം പോകും. ഇപ്പൊ കടലിന്റെ സ്വഭാവം എങ്ങനെയാ? ഇപ്പൊ പോയത് 10 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പൊ 10 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വന്നു. രാവിലെ കാപ്പി കുടിച്ചിട്ട് ഇറങ്ങുമോ അതോ രാവിലെ ഒന്നും കഴിക്കുക? ചായ മാത്രം. പിന്നെ ഇതിന് എന്തെങ്കിലും കൊണ്ടുവരുമോ? ഇല്ല, ഒന്നും കൊണ്ടുവരത്തില്ല. ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ടേ കഴിക്കുന്നുള്ളൂ. കുറച്ച് വെള്ളമായിട്ട് വരും അല്ലേ? നല്ല ചൂടല്ലേ? വെയിൽ ചൂട് 7-8 മണിയാകുമ്പോഴേക്ക് ചൂട് വരും. അതെ, ഭയങ്കര ചൂട്. 1 മണിയിൽ കഴിയും. ഇതെല്ലാം തീർത്തിട്ട് പോകണം. പിന്നെ നാളെ രാവിലെ പോകത്തുള്ളൂ. വൈകുന്നേരം പോകാൻ. പിന്നെ വീണ്ടും വൈകുന്നേരം പോകും. വൈകുന്നേരം ഇതേപോലെയാണോ ഇപ്പൊ കിട്ടുന്നത്? അല്ല, ഇത് നമ്മള് ചിലപ്പോ വേറെ പണി മാറ്റിയത്. ഇനിയിപ്പോ പണിന്ന് പറഞ്ഞാൽ ചാളപ്പണിയുടെ പണി ഉണ്ടെന്ന്. ഇത് രണ്ടും എങ്ങനെയാണ്? ഇപ്പം ഈ വലയുടെ സ്വഭാവം അനുസരിച്ചാണോ ചാളയും ഈ ചെറിയ? അതിന് വേറെ വലയാണ് സാർ. ചാളയുടെ വല അതാണ് അല്ലേ? ഇപ്പം ഈ ചെമ്പല്ലിയുടെയോ? ഇത് അയില, പാര, കോര, ഇതെല്ലാം എല്ലാ മീനും കലരുന്നു. ഇതിനകത്ത് എല്ലാ മീനും കിട്ടും. ഇതിനകത്ത് എല്ലാ മീനും കിട്ടും. ചാള കിട്ടുമോ? ചാളയുടെ വല വേറെയാണ് സാറേ. ആണല്ലേ? ഓക്കെ. അപ്പൊ ചാളമീൻ പിടിക്കുന്ന ഇതല്ല, അത് വേറെയാണ്. ചാളമീന് വേണ്ടി മാത്രം വേറെ വലയുണ്ട്. അതെ, ചാളക്കുള്ളതാണ് അല്ലേ? ബാക്കി പ്രത്യേകം വല. ഓക്കെ. അപ്പോ അതാണ് ഇപ്പൊ പറഞ്ഞനുസരിച്ച് നമ്മുടെ ഈ ബോട്ടിന്റെ ഉടമ അദ്ദേഹമാണ് അല്ലേ? ചേട്ടന്റെ പേരെന്താ? ജോൺ. ഇവിടെ തന്നെയാണോ സ്വദേശം? ആണല്ലേ? ഈ ഒരു ബോട്ടേ ഉള്ളോ അതോ? ഒരു ബോട്ടേ ഉള്ളൂ. എന്ന് ലാഭമാണോ നഷ്ടമാണോ? ഇപ്പൊ നഷ്ടമാ. പണി നടക്കുമ്പോ നമുക്ക് ചില ലാഭം കിട്ടും. പണി നടക്കുമ്പോ വീട്ടിൽ എത്ര പേരുണ്ട്? നടന്നിട്ടേ ലാഭം കിട്ടും, അല്ലെങ്കിൽ നഷ്ടമാ. ജോണിന്റെ ഒപ്പം എത്ര പേരുണ്ട്? 6 പേരുണ്ടോ? ഞങ്ങളിപ്പോ 3 പേരേ ഉള്ളൂ. ഇനി 2 പേര് വരാനുണ്ട്. ഇനി 2 പേര് വരാണ്. മൊത്തം 6 പേരാ? 6 പേര് മൊത്തം ഉണ്ട്. ഈ വള്ളത്തെ മാത്രം ആശ്രയിച്ച് 6 പേരുണ്ട്. 6 പേര് അല്ലേ? ഓക്കെ. അപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇനി നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലാണ് നിങ്ങൾക്ക് ഗുണമാവുന്നത് നിങ്ങൾ കരുതുന്നത്? ആര് ജയിച്ചാലും ഗുണമില്ല സാറേ. നമ്മൾ ഈ തൊഴിലുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗുണവും ഇല്ല. നമുക്ക് സർക്കാർ മാറി വന്നിട്ട് നമ്മളെ ജോലി ഇത് തന്നെയാണ്. നമുക്ക് കടവും ദാരിദ്ര്യവും തന്നെയാണ്. അതായത് ഇപ്പൊ പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി കടലിനോട് പോയി മല്ലിട്ട് ജീവിക്കുന്നവരാണ് നിങ്ങൾ. അപ്പൊ പലതവണ സർക്കാർ പല പദ്ധതികൾ പ്രഖ്യാപിക്കും. ആ പദ്ധതി ഒന്നും പലപ്പോഴും ഗുണമാവുന്നില്ലെന്നാണോ? നമുക്കൊന്നും കിട്ടാറില്ല. അങ്ങനെ പദ്ധതി പ്രഖ്യാപിക്കുന്നത് മാത്രം അറിയാം. പക്ഷേ ഇടത് സർക്കാരാണോ അതല്ല UDF സർക്കാരാണോ തീരദേശത്ത് കുറച്ചുകൂടി ആനുകൂല്യങ്ങളും ജനക്ഷേമവും നടത്തുന്നത്? UDF സർക്കാർ ഇരുന്ന സമയത്ത് കുറച്ച് ആനുകൂല്യം ഉണ്ടായിരുന്നു. ഇപ്പൊ വന്നിട്ട് ഇപ്പൊ മൊത്തത്തില് ക്ഷാമമാണ്. എണ്ണയ്ക്കുള്ള സബ്സിഡി എണ്ണകളൊന്നും കിട്ടുന്നില്ല. കിട്ടുന്നില്ല. അപ്പൊ